സംസാരിക്കാൻ വൈകിയാൽ സ്പീച്ച് തെറപ്പി കൊടുക്കണം അല്ലേ? എങ്കിൽ അത് മാത്രമാണോ സ്പീച്ച് തെറപ്പി? അല്ല. ഒരു വ്യക്തിയുടെ സംസാരം, ഭാഷ, ആശയവിനിമയം, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ്, ഇവയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിശോധിച്ച് അനുയോജ്യമായ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് സ്പീച്ച് തെറപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് ആയിരിക്കും. ഇനി ആർക്കാണ് സ്പീച്ച് തെറപ്പി ആവശ്യമുള്ളത്? കുട്ടികളിൽ സംസാരത്തിലുണ്ടാകുന്ന താമസം, ഉച്ചാരണ പിശകുകൾ, ദിക്ക്, ശബ്ദത്തിന്റെ ക്വാളിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, പിന്നെ കേൾവിക്കുറവ്, ഓട്ടിസം, ADHD, ഡൗൺ സിൻഡ്രം, മുച്ചുണ്ട്, മുറിയെണ്ണാക്ക എന്നിവ കാരണം ഉണ്ടാകുന്ന സ്പീച്ച് ലാംഗ്വേജ് ഡിസോർഡേഴ്സിന് സ്പീച്ച് തെറപ്പി സഹായിക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ മുതിർന്നവരിൽ സ്ട്രോക്ക്, ബ്രെയിൻ ഇഞ്ചുറി എന്നിവ കാരണം ഉണ്ടാകുന്ന സംസാരത്തിലെ കുഴച്ചിൽ, സംസാരം ക്ലിയർ ആകാതെ ഇരിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കാനും പറഞ്ഞു ഫലിപ്പിക്കാനും പറ്റാതെ ഇരിക്കുക എന്നിവയ്ക്കും സ്പീച്ച് തെറപ്പിക്ക് നിങ്ങളെ സഹായിക്കാനായിട്ട് കഴിയുന്നുണ്ട്.